നെയ്യാറ്റിൻകര കാവുവിളാകത്തെ ഗോപന്റെ വിവാദ കല്ലറ തുറന്നു പോലീസ്. അഴുകിയ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വിഷയത്തെ വർഗീയവൽക്കരിക്കാനുള്ള സംഘപരിവാർ ശ്രമങ്ങൾക്ക് കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായതിനു പിന്നാലെയാണ് മൃതദേഹം പുറത്തെടുത്ത് പരിശോധിച്ചത്. മൃതദേഹം നാളെ സംസ്കരിക്കും. കേരളം ഉറ്റുനോക്കിയ ഒന്നായിരുന്നു നെയ്യാറ്റിൻകര ഗോപന്റെ വിവാദ കല്ലറ പൊളിക്കുന്നതും അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടോ എന്നതും. ഇന്ന് പുലർച്ചെ കല്ലറ പൊളിച്ചതു മുതൽ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയതുവരെയുള്ള സമഗ്ര വിവരങ്ങളുമായി നിർഭനുണ്ട്. നെയ്യാറ്റിൻകര ആറാലുംമൂട് സ്വദേശിയായിട്ടുള്ള മണിയൻ എന്ന് വിളിക്കുന്ന ഗോപന്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹത നീങ്ങുന്നുവെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വലിയ തരത്തിലുള്ള സംഘപരിവാർ സംഘടനകൾ ഇക്കാര്യത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിനും വർഗീയ ധ്രുവീകരണത്തിനും ലക്ഷ്യമിട്ട് വലിയ തരത്തിലുള്ള പ്രചരണം നടത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം അവിടെ നിന്ന് സമാധിയാണ് എന്നതാണ് മക്കൾ പറഞ്ഞത്. പക്ഷേ മരണത്തെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ദുരൂഹതയുണ്ടായിരുന്നു. നാട്ടുകാർ തന്നെ പരാതിയുമായി രംഗത്തെത്തി. തുടർന്നാണ് പോലീസ് പരിശോധനയുമായി മുന്നോട്ട് പോയത്. അപ്പോഴാണ് ആ ബന്ധുക്കൾ, പ്രത്യേകിച്ച് മക്കളുടെ നേതൃത്വത്തിൽ അവിടെ പ്രതിഷേധമുണ്ടാകുന്നു. ചില സംഘപരിവാർ സംഘടനകൾ ഇവർക്ക് പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. അങ്ങനെ രാഷ്ട്രീയപരമായി ഒപ്പം തന്നെ വർഗീയമായ ചേരിതിരിവിലേക്കാണ് ലക്ഷ്യമിട്ടത്. പക്ഷേ പോലീസ് ഇക്കാര്യങ്ങളിലെല്ലാം സംയമനം പാലിച്ചു. ഇന്ന് രാവിലെയോടുകൂടി തന്നെ മൃതദേഹം അവിടെ നിന്ന് പുറത്തെടുത്തു. സമാധി എന്ന് പറയുന്ന കല്ലറയിൽ നിന്ന് പുറത്തെടുത്ത് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അവിടെ നിന്ന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. പക്ഷേ സംസ്കാരം ഇന്ന് നടത്തിയിട്ടില്ല. ബന്ധുക്കൾ ഇന്ന് മോർച്ചറി സൂക്ഷിക്കുകയാണ് ഈ മൃതദേഹം. അതിനുശേഷം നാളെ വീണ്ടും സംസ്കാര ചടങ്ങുകൾ നടത്തി വീണ്ടും സംസ്കരിക്കും, സമാധിയായി സംസ്കരിക്കുമെന്നാണ് ബന്ധുക്കളും ഒപ്പം തന്നെ സംഘപരിവാർ സംഘടനകളും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. പക്ഷേ ഈ മരണത്തിൻ്റെ ദുരൂഹത സംബന്ധിച്ച് അന്തിമമായി വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പൂർണ്ണമായി പുറത്തു വരണം. പോലീസും പറയുന്നത് ഇക്കാര്യത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിവിധ റിപ്പോർട്ടുകൾ പുറത്തു വരാനുണ്ട്. അതിനുശേഷം മാത്രമേ കാര്യങ്ങൾ പൂർണ്ണമായി വ്യക്തമാകൂ. മരണം സ്വാഭാവിക മരണമാണോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരണമെങ്കിൽ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണമെന്നാണ് നെയ്യാറ്റിൻകര SHO ആയിട്ടുള്ള പ്രവീൺ തന്നെ പറയുന്നത്. ഇക്കാര്യത്തിൽ പൂർണ്ണമായ റിപ്പോർട്ട് വന്നാൽ മാത്രമേ പോലീസിന് ഇക്കാര്യങ്ങൾ വ്യക്തമായ മറുപടി പറയാൻ കഴിയൂ എന്നാണ്. പ്രാഥമിക നിഗമനമല്ല, നമുക്കതിൻ്റെ 3-4 റിസൾട്ട് കിട്ടിയാൽ മാത്രമേ വ്യക്തമായിട്ട് പറയാൻ പറ്റുള്ളൂ. പോലീസ് ചെയ്ത് നിയമപരമായിട്ടുള്ള നടപടി മാത്രമാണ്. ഒരാളെ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട് പരാതി കിട്ടിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ഈ സമാധിയായെന്നുള്ള വിവരം കിട്ടി, അന്വേഷണത്തിൽ വിവരം കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് സമാധി ആയതുകൊണ്ട് അത് പുറത്തെടുക്കണമെങ്കിൽ എക്സ്ഹുമേഷൻ വേണം. ജില്ലാ ഭരണകൂടത്തിൻ്റെ സാന്നിധ്യത്തിൽ എക്സ്ഹുമേഷൻ നടത്തി ബോഡി കണ്ടെത്തി, പോസ്റ്റ്മോർട്ടം നടത്തി. എന്താണ് മരണകാരണം എന്നുള്ളത് വ്യക്തമായിട്ട് കണ്ടെത്തിയിട്ടില്ല. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യും. പോസ്റ്റ്മോർട്ടം നടപടിയിൽ വിവിധ റിപ്പോർട്ടുകളാണ് വരേണ്ടത്. ഒന്ന് എക്സ്റേ, ഒപ്പം തന്നെ ഈ കാര്യത്തിൽ ശരീരത്തിലുള്ള ആഴത്തിലുള്ള മുറിവുകൾ സംബന്ധിച്ചുള്ള പരിശോധന സ്വാഭാവികമായി ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ ഹൃദയം, ഒപ്പം തന്നെ ശ്വാസകോശം, തലച്ചോറ് ഇവ സംബന്ധിച്ച പരിശോധന ഉണ്ടാകും. ഇത് സംബന്ധിച്ച സമഗ്രമായ റിപ്പോർട്ടാണ് വരേണ്ടത്. പിന്നെ മരിച്ചയാൾ ഗോപൻ തന്നെയാണ്, ഈ മണിയൻ എന്ന ആൾ തന്നെയാണ് എന്ന് ബന്ധുക്കൾ സ്ഥിരീകരിച്ചു, നാട്ടുകാർ സ്ഥിരീകരിച്ചു. എങ്കിലും പക്ഷേ ഈ ഗോപൻ തന്നെയാണോ എന്ന് സയൻറ്റിഫിക്കായി തെളിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് DNA പരിശോധനയുടെ സാമ്പിൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് കൂടി വരേണ്ടതുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരു മരണം ഈ സംഭവിച്ചാൽ അത് ആശുപത്രിയോ ഡോക്ടർമാരോ സ്ഥിരീകരിക്കണം. അല്ലെങ്കിൽ തദ്ദേശീയമായി പഞ്ചായത്തോ വാർഡോ മെമ്പർമാരോ നാട്ടുകാരോ ഇക്കാര്യങ്ങൾ അറിയണം. ഇതൊന്നും അറിയാതെ പോലീസിനെ പോലും വിവരം അറിയിക്കാതെ പകൽ 11 മണിയോട് മരിച്ച ഗോപൻ എന്ന മണിയനെ വീട്ടുകാർ തന്നെ, വീട്ടിലെ മക്കളും ഭാര്യയും മരുമകളും ചേർന്നാണ് ഈ സമാധി എന്ന് പറയുന്ന സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. അതാണ് ദുരൂഹത വർദ്ധിച്ചത്, നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായത്. പക്ഷേ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ അന്തിമ ഫലം വരുന്നതോടുകൂടി, അതിൻ്റെ റിപ്പോർട്ട് വരുന്നതോടുകൂടി ഇക്കാര്യത്തിലുള്ള ദുരൂഹത പൂർണ്ണമായി മാറും. ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവിക മരണമാണ് എങ്കിൽ പോലീസ് തുടർ നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്യും. വിജി. ശരി നിർഭൻ.